അന്ന് ചെരുപ്പ് നക്കിയ നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മേൽ കുതിര കയറാനും അവിടെ ഭാവി വെച്ച് പന്താടാനുമുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേര് വെച്ചോ പേര് വെക്കാതെയോ നിരീക്ഷക വേഷം ചമഞ്ഞോ RSSന്റെ പ്രതിനിധികൾ ചാനൽ ഫ്ലോറിൽ വന്നാൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കും. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട. ശരി, ശ്രീ മുഹമ്മദ് സാദിഖ്, ഇന്ന് വലിയൊരു പ്രതിഷേധം, വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഡൽഹിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു മാധ്യമവും ഈ പ്രതിഷേധം കണ്ട മട്ടില്ലായിരുന്നു. ഈ ദേശീയ മാധ്യമങ്ങൾ, ദിനപത്രങ്ങൾ എന്ന് പറയുന്നതിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രമാണ് ഒരു ചെറിയ ഒരു കോളം വാർത്ത വന്നത്. മനഃപൂർവ്വം അവഗണിച്ചതായിരിക്കുമോ? ഈ ഇന്നത്തെ ഈ സമരത്തെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. ഈ സമരത്തെ എന്നല്ല, ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാത്തരം പ്രതിഷേധങ്ങളെയും നിരന്തരമായി അവഗണിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ മീഡിയയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മീഡിയയെ നമ്മൾ ഈ ഗോഡി മീഡിയ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ചില മലയാള ചാനലുകൾക്കും അതിൻ്റെ ചില പ്രവണതകൾ നമ്മൾ ഈ കാലയളവുകളിൽ കണ്ടുവന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളെല്ലാം ആ നിലയിലാണ്. അതുകൊണ്ട് തന്നെ CJP പോലെ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മക്ക് എത്ര തന്നെ മാധ്യമങ്ങൾ അവഗണിച്ചാലും അതിനെയെല്ലാം മറികടക്കാനാവുന്ന നിലയിൽ നവമാധ്യമ സാധ്യതകൾ ഉണ്ട് എന്ന് അവർ തെളിയിച്ചതുമാണ്. അതെന്തോ ആവട്ടെ, അതുകൊണ്ട് മാധ്യമങ്ങളുടെ അവഗണനയൊന്നും അവരുടെ സമരത്തിൻ്റെ വിസിബിലിറ്റിയെ കുറയ്ക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി ഫ്ലോറിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചാനൽ ചർച്ച വയ്ക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പേരിന് നേരെ SFI എന്ന് വെച്ചിട്ടുണ്ട്, KSU പ്രതിനിധിയുടെ പേരിന് നേരെ KSU എന്നാണ്, ആം ആദ്മി പ്രതിനിധിയും. ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ വാദത്തെ മുൻനിർത്തിയാണ് എൻ്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിനങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുക. കൃത്യമായി RSSന്റെ രാഷ്ട്രീയം ശാഖകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന, ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ രാജ്യദ്രോഹമായി മുദ്ര കുത്തുന്ന സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ കൂട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവർ RSSകാരാണ്, സംഘികളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. അത് വോട്ടിലൂടെ ലഭിച്ചതാണോ EVM അട്ടിമറിയിലൂടെ ലഭിച്ചതാണോ എന്നുള്ള ചർച്ച പോലും നടക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അങ്ങ് അടിച്ചമർത്തി കളയാം എന്നാണോ RSS വിചാരിക്കുന്നത്, BJP വിചാരിക്കുന്നത്? അതൊന്നും ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന സമരത്തിൽ ആ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച മുഖം അംബേദ്കറുടെ മുഖമാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതിസമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായിട്ടാണ്. അല്ലാതെ ഇന്ത്യ ഒരു പശുരാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. ഇതെങ്ങനെ RSSന് മനസ്സിലാവാനാണ്? ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യന്മാർ സ്ഥാപിച്ച RSSകാർ ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കുക, എന്താണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിക്കുക. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക്, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, ഈ നാട്ടിലെ പിന്നോക്ക ജനതയ്ക്ക് നിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ വളരെ വാലിഡാണ്. നിങ്ങൾ നോക്കൂ, മലയാളക്കരയിൽ ഒരു പെൺകുട്ടി, ഐജാർ മഹേഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി കഴിഞ്ഞ ദിവസം എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആത്മഹത്യ ചെയ്യാണ്. ഇന്ത്യ രാജ്യത്ത് 10ഓളം വരുന്ന കുട്ടികൾ ഈ കാലയളവിൽ ആത്മഹത്യ ചെയ്തു. ആ കുട്ടികളുടെ ഭാവി വെച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് പന്താടുന്നത്. 10-23 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അവരെല്ലാം വീണ്ടും പരീക്ഷയ്ക്ക് വരേണ്ടി വരികയാണ്.
ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾ, നിങ്ങളെല്ലാം ഈ RSSന്റെ പ്രതിനിധിയെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ പരീക്ഷയുടെ ഭാരവും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഉല്ലാസത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പരീക്ഷ എഴുതി റിസൾട്ടും കാത്തിരിക്കുന്ന കുട്ടിയോടാണ് പറയുന്നത്, നിങ്ങളുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു, ഞങ്ങൾ തന്നെ അത് ചോർത്തിയിരിക്കുന്നു, ഞങ്ങൾ പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതണം. ആ കുട്ടികളാകെ പാനിക് ആവുകയാണ്. എന്ന് പരീക്ഷ വരുമെന്ന് ഉറപ്പില്ല, ഈ വീണ്ടും പരീക്ഷ എഴുതിയാലും അത് ഇതേപോലെ അട്ടിമറിക്കുമോ എന്ന് ഉറപ്പില്ല. അങ്ങനെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും മാന്യമായ നിലയിൽ ഇവിടെ അഡ്മിഷൻ ലഭിക്കുമോ എന്നറിയില്ല. ഇങ്ങനെ ആശങ്കപ്പെട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് CBSE ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കണ്ടവന്റെ പരീക്ഷാ പേപ്പറാണ് സ്വന്തം പേരിൽ വാല്യൂ ചെയ്തതെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് അതിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരം ഏകീകരിച്ച ഒരു സംവിധാനമാക്കി മാറ്റിയ CUET പരീക്ഷ അട്ടിമറിക്കപ്പെടുമ്പോഴാണ് ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന NTA-യുടെ UGC നെറ്റ് പരീക്ഷ തകരാറിലാവുമ്പോഴാണ് നിങ്ങൾ ഇവിടെ അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ വന്നാൽ സമരം എന്താണെന്ന് ഈ നാട് കാണിച്ചു തരും. സ്വാതന്ത്ര്യ സമരം നടത്തിയ പാരമ്പര്യമുള്ള ഈ നാട്ടിലെ ജനതയുടെ പിന്മുറക്കാർ ഇവിടെ ഉണ്ട്. അന്ന് ചെരുപ്പ് നക്കിയ നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മേലിൽ കുതിര കയറാനും അവിടെ ഭാവി വെച്ച് പന്താടാനുമുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേര് വെച്ചോ പേര് വെക്കാതെയോ നിരീക്ഷക വേഷം ചമഞ്ഞോ RSSന്റെ പ്രതിനിധികൾ ചാനൽ ഫ്ലോറിൽ വന്നാൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഇന്ത്യ രാജ്യത്ത് ചോദ്യത്തിലേക്ക് വരാം. അതായത് ആര്യ എന്നെ വിളിച്ചത് ഇവിടുത്തെ മാതൃഭൂമി എന്നെ നേരിട്ടാണ് വിളിച്ചത്. അല്ലാതെ ഇവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ മാരാർജി ഭവനിലേക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ വിട്ടു തരണം എന്നല്ല പറഞ്ഞത്. എന്നെ നേരിട്ടാണ് വിളിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കെന്ത് രാഷ്ട്രീയമാണുള്ളത്? മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു ഒന്നിന് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് രാഷ്ട്രീയമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇവരെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞാൽ RSSോ BJPയോ എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ്, ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദ്യം കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട. അത്രയേ ഉള്ളൂ. ഇവിടെയും പറയും. ഇവിടെയും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. അത്ര പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. കേൾക്കണ്ട. ഇയാള് സൗകര്യപ്പെടുവോ? പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ എല്ലാവരെയും വിളിച്ച ഒരു അവതാരക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചിട്ടല്ല ഷാബു പ്രസാദിന് എനിക്ക് ലഭിച്ചത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ഈ CJP വിഷയവുമായി ബന്ധപ്പെട്ട് BJP അവരുടെ ഔദ്യോഗിക പ്രതിനിധികളെ ചാനലുകളിലേക്ക് അയക്കുന്നില്ല എന്നുള്ളത് അവരുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ഷാബു പ്രസാദിനെ ഫോണിൽ വിളിച്ച് ഈ ചർച്ചയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞത്. ഒന്ന്. രണ്ട്, ഇതുപോലെയുള്ള ചർച്ചകളിൽ ചിലപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇതേ വേദിയിൽ ഇതേ ഫ്ലോറിൽ ഇരുന്ന് ഞാൻ ചർച്ച ചെയ്തത് CMRL വിഷയമാണ്. അന്ന് AKG സെന്ററിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി അതിലേക്ക് ഇടതുപക്ഷ പ്രതിനിധികളെ തരില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ നിരീക്ഷകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനെ വിളിക്കുക എന്നുള്ളതാണ് ചാനലുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതോടുകൂടി ഇതൊരു ജനാധിപത്യ ചർച്ചയാണ്. നമുക്ക് പറഞ്ഞും കേട്ടും പോകാം. മോശം പദങ്ങളൊന്നും ഉപയോഗിക്കേണ്ട എന്ന് തോന്നുന്നു ഒരു ചാനൽ ചർച്ചയിൽ. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ CJP വരുന്നു. വലിയ പ്രതീക്ഷ CJPയിൽ ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നിരവധിയുണ്ട്, പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ നിരവധിയുണ്ട്. അവരൊന്നും ഈ വിഷയം ഉയർത്താത്തത് കൊണ്ടാണോ CJPയിലേക്ക് നോക്കി നിൽക്കുന്നത് ആളുകൾ? ഞാൻ അടുത്തതായിട്ട് അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവസംഘടനകളുടെയൊക്കെ വേഷം കെട്ടി ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഗോഗോ പറയുന്ന ഒരൊറ്റ ഒരെണ്ണത്തിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമായിട്ട് കേൾക്കാനുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിവർത്തിയില്ലാതെ ഇപ്പോൾ ഈ പാർട്ടികളുടെ ചിറകിനടിയിൽ ഒളിക്കേണ്ടി വരുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരി, വാദത്തിന് വേണ്ടി എല്ലാം നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് പ്രകാരം, ഇവരുടെ വാദപ്രകാരം എന്താണ് ആര്യ?
ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, സാമൂഹ്യ മേഖല തകർന്നു, അതിഭീകരമായ വർഗീയത ലോകം മുഴുവനും നാണം കെട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു പ്രക്ഷോഭം നയിക്കാനോ, തെരുവിലിറങ്ങാനോ, പ്രക്ഷോഭം നയിക്കാനോ, ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ, ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കൊള്ളില്ല. ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോഗുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അരാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തുന്ന ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ജനശ്രദ്ധ കിട്ടുന്നത്, അവർക്ക് റീച്ച് കിട്ടുന്നത്. ഇപ്പൊ SFIയുടെയോ ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ, SFI ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ പടർന്ന് പന്തലിച്ച് അവരൊന്ന് ഊതിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവരുടെ മൂക്കിൽ കൂടെ കയറിപ്പോകുന്നാണല്ലോ ഇവർ ഈ അവകാശപ്പെടുന്നത്. എന്ത് പറ്റി? നിങ്ങളുടെ മൂക്കിന് വലിപ്പം കുറഞ്ഞു പോയോ? വലിക്കപ്പ അങ്ങോട്ട് കയറട്ടെ. ഒരു കാര്യം ആലോചിക്കണ കാര്യ ഇവർ ഈ കിടന്ന് ഈ ബഹളം മുഴുവൻ പറയുന്നു. 3-4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, 4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററായി നരേന്ദ്രമോദി മാറാൻ പോവുകയാണ്. ജവഹർലാൽ നെഹ്റുവിനായിരുന്നു 52 മുതൽ 64 വരെ ജവഹർലാൽ നെഹ്റു എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററായിട്ട് ഭരിച്ചത്. ആ റെക്കോർഡ് നരേന്ദ്രമോദി ഭേദിക്കാൻ പോവുകയാണ്. 5-6 ദിവസം കഴിഞ്ഞാൽ മതി. 12 കൊല്ലമായി ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നു. ഇവർക്കൊരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടി എന്നാ പറയും ഇവിടെ വാരണസിയിൽ ഭൂരിപക്ഷം കുറച്ചു, BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി BJP ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് 12 വർഷമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ഒട്ട് കഴിയുകയുമില്ല എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഈ പാർട്ടികളുടെ പുറകെ പോകേണ്ട ഗതികെട്ട അവസ്ഥ വന്നിരിക്കുന്നത്.